വയനാട്ടിലെ കടുവ ഭീതിയിൽ വനംവകുപ്പിന്റെ ഉന്നതതല യോഗം ഇന്ന് പഞ്ചാരക്കൊല്ലിയിലും 36 ഹോട്ട്സ്പോട്ടുകളിലും നടത്തേണ്ട തുടർ നിരീക്ഷണങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം പ്രതിരോധിക്കുന്നതും അജണ്ടയിലുണ്ട്. പ്രജിത് മോഹനുണ്ട്. പ്രജിത്ത്, കഴിഞ്ഞ ദിവസം രാധ എന്ന വനവാസി സ്ത്രീയെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിന് പിന്നാലെ നമ്മൾ കണ്ടതാണ് വലിയൊരു പ്രതിഷേധമൊക്കെ തന്നെ വയനാട്ടിലുണ്ടായിരുന്നു. ഒപ്പം വേറെയും ആ സമീപത്തൊക്കെ തന്നെ കടുവകളുണ്ട് എന്നുള്ളൊരു ആശങ്ക കൂടെ ഇപ്പോൾ ജനങ്ങൾക്കുണ്ട്. ആ ഭീതി ഒന്നും തന്നെ അകലുന്നില്ല. അപ്പോൾ വനംവകുപ്പ് ഉന്നതതല യോഗമൊക്കെ തന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇന്ന് എപ്പോഴായിരിക്കും യോഗം ചേരുക? എന്തൊക്കെയാണ് പ്രധാന അജണ്ട? ഇന്ന് 3 മണിക്കാണ് മന്ത്രിയുടെ ചേംബറിൽ ഇത്തരത്തിലൊരു യോഗം ചേരുന്നത്. വനംവകുപ്പ് ചീഫ് ലൈഫ് വാർഡൻ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. പ്രത്യേകിച്ച് ഈ പഞ്ചാരക്കൊല്ലിയിൽ കടുവ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിൽ 36ഓളം ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ഇവിടെയൊക്കെ നടപ്പിലാക്കേണ്ട പദ്ധതികൾ, പ്രത്യേക ആക്ഷൻ പ്ലാനുകൾ എന്നിവയെല്ലാം യോഗത്തിൽ ചർച്ചയാകും. ഇതിനു മുൻപ് നടപ്പിലാക്കിയിട്ടുള്ള വിവിധ വന്യമൃഗ പ്രതിരോധ പദ്ധതികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏത് രീതിയിൽ നടപ്പിലായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തമായ പരിശോധന ഈ യോഗത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ഫെൻസിങ്ങുകൾ പലയിടത്തും തകർന്നു കിടക്കുന്ന സാഹചര്യമുണ്ട്. ഈ കിടങ്ങുകളുടെയൊക്കെ നിർമ്മാണം പലയിടത്തും പൂർത്തിയായിട്ടില്ല. അങ്ങനെ വ്യാപകമായ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഉന്നതതല യോഗം ചേരുന്നത്. സംസ്ഥാനത്ത് എമ്പാടും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ട വനംവകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടാകുന്നു. പഞ്ചാരക്കൊല്ലിയിൽ വനം മന്ത്രിയെ നാട്ടുകാർ തടയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ വിമർശനങ്ങളൊക്കെ വനംവകുപ്പിന് നേരെ ഉയർന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ഉന്നതതല യോഗം ഇപ്പോൾ ചേരുന്നത്. പഞ്ചാരക്കൊല്ലിയിൽ വെടിവെച്ച് മരിച്ച കടുവയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ അത് കേന്ദ്രത്തിന് നൽകേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും യോഗത്തിലുണ്ടാകും. ഇന്ന് ഈ 3 മണിക്കത്തെ യോഗത്തിന് ശേഷം മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളെയും കാണുന്നുണ്ട്. നിർണായകമായ ഏതെങ്കിലും രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വന്യമൃഗങ്ങൾ കാട്ടിലിരുന്ന് തടയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാപക പരിശോധനകൾ, 3-4 ഘട്ടമായിട്ടുള്ള പരിശോധനകൾ, അതിനുള്ള പ്രതിരോധ നടപടികളൊക്കെ ഉണ്ടാകുമെന്ന് വനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ വന്യജീവി ആക്രമണങ്ങൾ എതിരിടാനുള്ള അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക ആക്ഷൻ പ്ലാൻ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് വനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ നിരീക്ഷണത്തിനും മറ്റും അന്തർ സംസ്ഥാന സഹകരണമടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിപുലീകരണ ചർച്ചകളൊക്കെ ഈ രീതിയിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിക്ക് പഞ്ചാരക്കൊല്ലിയിലെ കടുവയുടെ മരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ഈ മരണകാരണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പരിശോധിച്ച് നൽകുന്ന ഈ റിപ്പോർട്ടിൻ്റെ ഒരു പ്രാഥമിക ചർച്ച ഈ യോഗത്തിലുണ്ടാകും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെ ഈ യോഗത്തെ കാണേണ്ടതുണ്ട്. കാരണം നേരത്തെ വന നിയമ ഭേദഗതി അടക്കമുള്ളവ വന്ന സമയത്ത് സർക്കാർ പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കേരളത്തിൻ്റെ വനയോര മേഖലകളിൽ താമസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളും വനം വകുപ്പിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട്. അവർ സ്വീകരിക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങളുണ്ട്. പലയിടത്തും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, ചില സമയത്തൊക്കെ ചില കയ്യാങ്കളികളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം, ഒരു ആക്ഷൻ പ്ലാൻ എന്ന രീതിയിലേക്കാണ് വനം വകുപ്പ് ഇപ്പോൾ പോകുന്നത്. എന്തായിരിക്കും ഈ യോഗത്തിൽ ഉരുത്തിരിയുന്ന ആശയം എന്നനുസരിച്ചായിരിക്കും സംസ്ഥാനത്ത് വനം വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വനയോര മേഖലകളിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളടക്കമുള്ള കാര്യത്തിലെല്ലാം ഉണ്ടാകുന്ന തുടർ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാന. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നത്തെ വനം വകുപ്പിന്റെ ഉന്നതതല യോഗത്തെ വയനാട്ടിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇതൊരു പ്രഹസനമാകരുത് എന്നാണ് പറയാനുള്ളത്. കാരണം അവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള ഒരു അവകാശമാണ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത്. അത് ഉണ്ടാക്കി കൊടുക്കുക വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന്. ഇന്നത്തെ യോഗത്തിന് ശേഷം അതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.